ഇടുക്കിയുടെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര എത്ര മനോഹരമാണല്ലേ. പറഞ്ഞു വരുന്നത് അടിമാലിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് KSRTC ബസ്സിൽ പോയ ഒരു യാത്രയുടെ കഥയാണ്. KSRTC അടുത്തിടെ നിരത്തിലിറക്കിയ പുതിയ ബസ്സുകളിലൊന്ന് അടിമാലി കട്ടപ്പന റൂട്ടിൽ ഓടുന്നുണ്ട്. ഇടുക്കിയുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ വെറുതെയൊന്ന് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ 11:30 അടിമാലിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പുറപ്പെടുന്ന ഈ ബസ്സിൽ കയറിയാൽ കുറേയധികം ഗ്രാമീണ കാഴ്ചകൾ കാണാം. ഉച്ചയോടടുത്ത സമയമായതിനാൽ റോഡിൽ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണം എന്ന ഉദ്ദേശത്താൽ തന്നെ ബസ്സിൻ്റെ ഏറ്റവും മുമ്പിലത്തെ സീറ്റിലാണ് ഇരുന്നത്. ജീവിതത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ അടിമാലിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കല്ലാർകുട്ടിയും കമ്പളികണ്ടവും മുരിക്കാശ്ശേരിയും തോപ്രാംകുടിയും പ്രകാശും ഉദയഗിരിയുമൊക്കെ അടങ്ങുന്ന ഇടുക്കിയുടെ ഉൾഗ്രാമങ്ങൾ എപ്പോഴും പുതിയ പുതിയ കാഴ്ചകൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കും. അടിമാലി പിന്നിട്ടാൽ ആദ്യമെത്തുന്ന പ്രധാന ഇടം എല്ലാവർക്കും അറിയാവുന്ന പോലെ കല്ലാർകുട്ടിയാണ്. മഴ കനത്തൊന്ന് പെയ്താൽ തുറക്കുന്ന കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ കാഴ്ച ഞങ്ങൾ ഇടുക്കിക്കാർക്ക് സുപരിചിതമാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും അണക്കെട്ടിൽ കാര്യമായ വെള്ളമില്ല. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കല്ലാർകുട്ടി പാലത്തിലൂടെയാണ്. മുമ്പ് കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ മുകളിലൂടെയായിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത്. പാലം നിർമ്മിച്ച ശേഷം യാത്ര ഇതുവഴിയായി. രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഈ പാലത്തിൽ വന്ന് നിൽക്കാൻ വല്ലാത്തൊരു ഫീലുണ്ട്. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയം കഴിഞ്ഞു. ഈ കാണുന്നതാണ് കേട്ടോ 5 മൈൽ ടൗൺ. ഉച്ചസമയമായതിനാൽ വലിയ തിരക്കൊന്നും ടൗണിൽ കാണാനില്ല. ഇടുക്കിയിലെ ഒട്ടുമിക്ക കാർഷിക ഗ്രാമങ്ങളും അങ്ങനെയാണ്. രാവിലെയും വൈകുന്നേരവുമാണ് ആളുകൾ കൂടുതലായി ടൗണിലേക്ക് എത്തുക. 5 മൈൽ ടൗൺ പിന്നിട്ടാലുടൻ മുക്കുടമായി. വീടുകളും വ്യാപാരശാലകളുമൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറിയപ്പോൾ മുക്കുടം ടൗണിൽ ഇപ്പോഴും ചില ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ കാണാം. ആ കെട്ടിടങ്ങളിൽ വ്യാപാരശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പളികണ്ടത്തു കൂടിയാണ്. മുമ്പ് കമ്പളികണ്ടത്തു നിന്ന് സമീപ പട്ടണമായ മുരിക്കാശ്ശേരിയിലേക്ക് ധാരാളം ട്രിപ്പ് ജീപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആ ട്രിപ്പ് ജീപ്പുകളിലായിരുന്നു കമ്പളികണ്ടത്തു നിന്നും മുരിക്കാശ്ശേരിയിലേക്കുള്ള യാത്രകളിൽ അധികവും. യാത്രക്കാരെ കാത്ത് നിരനിരയായി കിടന്നിരുന്ന ആ ജീപ്പുകളുടെ കാഴ്ച ഇപ്പോൾ കാണാനേയില്ല. കമ്പളികണ്ടത്തു നിന്നും മുരിക്കാശ്ശേരിയിലേക്കുള്ള യാത്ര കുറേ ദൂരം ഇറക്കവും പിന്നീടൊരു വലിയ കയറ്റവും കയറിയാണ്. ഇടയ്ക്കിടെ വലിയ വലിയ വളവുകളുണ്ട്. ഇടയ്ക്കൊരു കൊച്ചു ഗ്രാമം, പുഴയ്ക്കൊരു പാലം. ഗ്രാമീണത നിറയുന്ന കാഴ്ചകൾ ഏറെയുണ്ട്. കയറ്റം കയറി അങ്ങനെ നമ്മൾ മുരിക്കാശ്ശേരി ടൗണിലേക്ക് എത്തുകയായി. സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരല്പം തിരക്കുള്ള ടൗണാണ് മുരിക്കാശ്ശേരി. മുരിക്കാശ്ശേരിയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നത് ഇവിടേക്കാണ്. തിരക്കിൻ്റെ കാരണവും അതുതന്നെ. ഡിഗ്രി പഠന കാലയളവിൽ മുരിക്കാശ്ശേരി ടൗൺ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ടൗൺ പിന്നിട്ടാലുടൻ പാവനാത്മ കോളേജായി. കട്ടപ്പനയിലേക്കുള്ള യാത്ര ഏറെക്കുറെ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. തോപ്രാംകുടി ടൗണാണ് ഈ കാണുന്നത്. നിരന്ന ഒരു ടൗണെന്ന പ്രതീതി ഇതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെയും തോന്നാറുണ്ട്. റോഡിനിവിടെ ഭേദപ്പെട്ട വീതിയുണ്ട്. തോപ്രാംകുടി ടൗണിന് അപ്പുറവും ഇപ്പുറവും 2 ഭൂപ്രകൃതിയാണെന്ന് ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ തോന്നാറുണ്ട്. യാത്രകൾ തുടരുകയാണ്.